നീതിബോധമുള്ള മനുഷ്യനെന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചൊല്ലുന്നു. പ്രതിജ്ഞ. അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വിഹിതം പിടിച്ചു വെക്കുന്നു. പ്രതിജ്ഞ. ഇനിയും സഹിക്കുമോ ഈ കേന്ദ്രാവഗണന എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ടുചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ബിജെപി ഇതര പാർട്ടികൾ ഭരിക്കുന്ന ഹലോ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി 10 വർഷത്തെ ബിജെപി ഭരണം നീതിബോധമുള്ള മനുഷ്യനെന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. വേർതിരിവ് പാടില്ല എന്ന ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വം ഇവിടെ കാതലായ വിഷയമാണ്. എന്നാൽ ഈ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളെയാകെ കാറ്റിൽ പരത്തുന്ന സമീപനമാണ് മോഡി ഭരണം തുടരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്ര ഭരണം.